എന്താണ് ഇതിന്റെ ചിന്നു ചിക്കൻ ഗ്രില്ലിനോട് പോയിട്ട് അവള് പണിയെടുക്കുന്നത് കാണിക്കാൻ വേണ്ടിട്ട് വെറുതെ അവിടെ പോയിട്ട് ഷോ ഓഫ് കാണിച്ച് നിൽക്കാനിട്ട്. രണ്ട് കൈയോട്ട് കുഞ്ഞി സ്പെഷ്യൽ കൊച്ചു പേർ കുളിച്ചു കത്രിയിലൊന്ന് ചിക്കൻ ഉണ്ടാക്കാനാണ് ഭാവം. ഉണ്ണിക്കായി പെണ്ണാട് മനസ്സിലായോ? ഹലോ ഗായ്സ്, അങ്ങനെ നമ്മൾ വിഷുവിൻ്റെ വ്ളോഗായിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുക എന്താണ് ഇപ്പോൾ പോസ്റ്റ് ചെയ്യണമെന്ന്. എനിക്ക് ചെറുതായിട്ട് തോട്ട് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. അത് കാരണം വീഡിയോ എഡിറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് കുറച്ച് ലേറ്റായി. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ വീഡിയോ ആയിട്ട് വന്നത്. അപ്പോൾ എന്തായാലും ബാക്കി വീഡിയോ കാണാം. ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വിഷു. അപ്പോൾ ഞങ്ങളത് വീട്ടിൽ കണിയൊരുക്കി കണ്ട് ഞങ്ങളത് ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ചിന്നുവിൻ്റെ വീട്ടിൽ പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ നമ്മൾ അവിടെ പോയിട്ട് കാണാം. അപ്പോൾ നമ്മളിവിടുത്തെ ഊണൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങാൻ നിൽക്കുന്നുണ്ട് ഗായ്സ്. ഋഷാനെ ഹാപ്പി വിഷു പറഞ്ഞേ. ഹാപ്പി വിഷു. ഹാപ്പി വിഷു. അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് ഊണം കഴിച്ചതിന് ശേഷം അച്ഛൻ്റെ അമ്മേരെ കൂടെ ഇരുന്നിട്ട് ഊണം കഴിച്ചതിന് ശേഷം നമ്മൾ ഇപ്പോൾ ചിന്നുൻ്റെ വീട്ടിലിപ്പോൾ എത്തിയിട്ടുള്ളൂ കേട്ടോ ഗായ്സ്. ഇവിടെ എത്തിയപ്പോൾ തന്നെ ഉണ്ണീനെ കാണാനുള്ള കൊതി കാരണം കൊണ്ട് ചിന്നുൻ്റെ അമ്മ ഉണ്ണീനെ എടുത്ത് അകത്തേക്ക് പോയിട്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കി വിശേഷങ്ങൾ വഴിയെ കാണാം. അപ്പോൾ ചിന്നു ഒരു ഹാപ്പി വിഷു പറഞ്ഞു. ഹാപ്പി വിഷു ഗായ്സ്. അപ്പോൾ എന്തായാലും ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോകാൻ പോകുന്നത് ചിന്നുവിൻ്റെ മാമൻ്റെ വീട്ടിലേക്കാണ്. അവിടെ നമ്മുടെ കസിൻസും കുറേ പേര് വന്നിട്ടുണ്ട്. അപ്പോൾ ആരും വീഡിയോ മിസ് ചെയ്യാണ്ട് കാണാം. നമ്മൾ അവിടെ പോയിട്ട് നമ്മൾ ആഘോഷിക്കാൻ പോവാണ്. അപ്പോൾ എന്തായാലും ബാക്കി വീഡിയോയിൽ കാണാം. അങ്ങനെ ചിന്നുവിൻ്റെ വീട്ടിലെത്തിയപ്പോൾ മമ്മി നല്ല രീതിയിൽ കണിയൊരുക്കിയിട്ടുണ്ടായിരുന്നു. ചിന്നു വീട്ടിൽ കണിയൊരുക്കിയ പോലെ തന്നെ. അതിനുശേഷം വീട്ടിൽ നിന്ന് ചോറുണ്ട് തന്നാലും നമ്മളൊന്നും കൂടി ഭക്ഷണം കഴിക്കാനായിട്ടിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ചിന്നുവിൻ്റെ മാമൻ്റെ വീട്ടിൽ പോകാനായിട്ട് ഗൈസ്. അപ്പോൾ മാമൻ ഖത്തറിലായിരുന്നു. അപ്പോൾ ആളിപ്പോൾ വിഷുവിന് നാട്ടിലേക്ക് എത്തിയതാണ്. അപ്പോൾ എന്തായാലും ആൾ വന്നിട്ട് ഇത് കാണാൻ പോവാണ്. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ അവിടെ നിന്നിട്ട് കാണാം. അപ്പോൾ ചിന്നുവിൻ്റെ കസിൻസൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ ഞങ്ങൾ വേഗം അങ്ങോട്ട് പോകാനായിട്ട് ഗൈസ്. അങ്ങനെ നമ്മൾ ചിന്നുവിൻ്റെ മാമൻ്റെ വീട്ടിൽ പോയിക്കൊണ്ടിരിക്കാനുണ്ട് ഗൈസ്. ഉണ്ണിക്ക് ബാക്കിലിരിക്കുന്നുണ്ട്, ഉണ്ണിയും മമ്മിയും ഡാഡിക്കും ബാക്കിലിരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ബാക്കി വിശേഷങ്ങൾ നമുക്ക് അവിടെ പോയിട്ട് കാണട്ടെ ഗൈസ്. അപ്പുറത്ത് പണിയെടുക്കല്ലേ. ചിന്നുവിന് 2 മാമന്മാരാണ് ഉള്ളത്. അപ്പോൾ 2 മാമന്മാരുടെ വീടും അടുത്തടുത്താണ്. അപ്പോൾ നമ്മൾ മൂത്ത മാമൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് എല്ലാവരും കൂടി ആഘോഷിക്കുന്നത് വിഷു. ഹായ് ഗൈസ്, അങ്ങനെ നമ്മൾ ചിന്നുവിൻ്റെ മാമൻ്റെ വീട്ടിലെത്തി. അപ്പം നമ്മളിവിടെ വന്ന് കയറിയപ്പോൾ ഇവർ ചിക്കൻ ഗ്രില്ല് ചെയ്യാനുള്ള പരിപാടികൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആ വിഷുവിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇവിടെ ഉണ്ണിക്കുട്ടനും കുഞ്ഞങ്ങളും ഏട്ടനൊക്കെ വർത്താൻ പറഞ്ഞിട്ടുണ്ട്. ഉണ്ണിക്കൂടെ ഭയങ്കര മാരകമായി പണിയാണ്ട് ഗൈസ്. ഇവിടെ ചിക്കൻ സെറ്റാക്കാനുള്ള ചാർക്കോൾ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഊതങ്ങട് ഏട്ടൻ പണിയെടുക്കാണ്ടെങ്കിൽ നോക്കി ഫുണ്ട് മാറ്റി പാനെടുത്തിട്ടോ. ചിന്നു ചിക്കൻ ഗ്രില്ലിനോട് പോയിട്ട് അവള് പണിയെടുക്കുന്നത് കാണിക്കാൻ വേണ്ടിട്ട് വെറുതെ അവിടെ പോയിട്ട് ഷോ ഓഫ് കാണിച്ച് നിൽക്കാനിട്ട്. പിന്നെ നമ്മുടെ ഉണ്ണിക്കണ്ണൻ്റെ ആദ്യത്തെ വിഷയകാരൻ ഉണ്ണിക്ക് കുറെ വിഷു കഴിഞ്ഞിട്ടും കിട്ടിയിട്ടുണ്ട്.
രണ്ട് കൈയോട്ട് തോച്ചിട്ട് സന്തോഷായി. അമ്മേനെ പിടിച്ചിട്ടോ ഞാൻ ചോദിക്കുമ്പോ തരുന്നേ കിട്ടിയ എന്താണ് തിഞ്ചോ? ചിന്നു അവിടെ നോക്കി നിൽക്കേണ്ട എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യും ചിക്കൻ വറുക്കാനൊക്കെ. അങ്ങനെ വിഷു കൈനീട്ടം കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം എൻ്റെ മാമൻ്റെ വീട് ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ്. അപ്പം ഞാൻ അവിടേക്കൊന്ന് പോകാൻ വേണ്ടിയിട്ട് ഉണ്ണീനെ അവിടെ ആക്കിയിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. അപ്പം ഞങ്ങളിവിടെ തൊട്ടടുത്ത കാരണം ഒന്ന് പോയിട്ട് വരാൻ വെച്ചിട്ട് ഇറങ്ങാണ് കേട്ടോ ഗൈസ്. അങ്ങനെ ഞങ്ങൾ മാമൻ്റെ അവിടേക്ക് പോയ ഗ്യാപ്പിൽ ഇവരിവിടെ ചിക്കൻ ഗ്രില്ല് ചെയ്യാനുള്ള പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ വരുമ്പോൾ ഇവരിവിടെ ചിക്കൻ ഗ്രില്ല് ചെയ്തൊരു ഇതായിട്ടുണ്ടായിരുന്നു. ഞങ്ങളതേ മാമൻ്റെ അവിടെ പോയി വന്നപ്പോഴേക്കും ഇവിടെ ചിക്കനൊക്കെ സെറ്റായിട്ടാ. എന്ത് ചിക്കന കുഞ്ഞി? മസാല തണ്ടൂരി അങ്ങനെ എന്തെങ്കിലും ഉണ്ടാ? കുഞ്ഞി സ്പെഷ്യൽ കൊച്ചു പേർ കുളിച്ചു ഖത്തറിയിലൊന്നും ചിക്കൻ ഉണ്ടാക്കാനാണ് ഭാവം. ഖത്തറിലേക്കാളും ചൂടാണ് നമ്മുടെ നാട്ടിൽ നിന്നാണ് ആള് പറയണത്. എന്താണ് ഗേൾസ് ബിഗ് ബോസിലെ കഥ പറഞ്ഞിരിക്കണ്ടല്ലോ. ഞാനിടും. ഉപ്പൊക്കെ കറക്റ്റ് അല്ലേ? ഞങ്ങളെ നോക്കുകൂലി കൊടുക്കണ്ട? നോക്കുകൂലി അങ്ങനെ ചിന്നുവിൻ്റെ മൂത്ത മാവനെത്തിപ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ട് ആൾക്ക് വേറെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആൾ വന്നതിന് ശേഷം നമ്മൾ മേശപ്പും കാര്യങ്ങളൊക്കെ കത്തിക്കാമെന്ന് വെച്ചിട്ട് ഇരിക്കണ്ടായിരുന്നു. നമ്മൾ പടക്കം പൊട്ടിക്കൽ നമ്മൾ ഒഴിവാക്കി. കാരണം വേറെ നല്ല ഉണ്ണികൾ വീട്ടിലുള്ള കാരണം കൊണ്ട് നമുക്ക് ഉണ്ണികൾ പേടിക്കുന്നുള്ളത് കൊണ്ട് നമ്മൾ പടക്കം പൊട്ടിക്കൽ നമ്മൾ ഒഴിവാക്കി. ബാക്കിയുള്ള ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ.
അങ്ങനെ വെല്ലങ്ങൾ വന്നപ്പോൾ വെല്ലങ്ങളുടെ ഇന്ന് വിഷു കഴിഞ്ഞിട്ട് മേടിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ക്യൂ പാലിച്ച് നിൽക്കുന്ന ഒരു കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചിന്നും ആളും ബസ്സിന് കയറി നിന്ന് ബസ്സിന് കൈനീട്ടം മേടിക്കാമെന്ന് വെച്ചിട്ട്, പക്ഷേ ഏറ്റവും ലാസ്റ്റാണ് അവരെ വിളിച്ചത്. അപ്പോൾ എല്ലാവരും വന്നിട്ട് വെല്ലങ്ങളുടെ കൈനീട്ടം മേടിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ അങ്ങനെയുള്ളൊരു കാഴ്ച നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലാസ്റ്റ് ചിന്നും ആളിനൊക്കെ വിളിച്ചു, എന്നാൽ കൂടി ഏറ്റവും അവസാനം അവർ വിളിച്ചു. പിന്നെ അങ്ങോട്ട് നമ്മൾ വിഷുവിൻ്റെ ആഘോഷങ്ങളൊക്കെ ഇങ്ങോട്ട് തകർത്ത് തുടങ്ങിയിട്ട് കഴിച്ചു. നമ്മളിത് മേശപ്പൂ വിരിയാമുട്ടയ്ക്കും കത്തിച്ച് ഭയങ്കര ആഘോഷങ്ങൾ നമ്മൾ തുടങ്ങി. അപ്പോൾ നമ്മുടെ ആഘോഷങ്ങൾ കാണാനായിട്ട് ദേ ഉണ്ണിക്കുട്ടൻ ഏറയത്ത് വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. അച്ഛനെ നോക്കി കത്തിക്കണൊക്കെ നോക്കി ഏറയത്ത് വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവർ വിഷുവായിട്ട് ഒരുപാട് വെറൈറ്റി ഐറ്റംസ് വിരിയാമുട്ട അങ്ങനെ കുറേ ഐറ്റംസുകൾ വെറൈറ്റി സാധനങ്ങൾ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അമ്മന്റെ തൃശാനെ ഇതാണോ അനിയൻകുട്ടിനെ കപ്പിച്ച മുക്ക് പീക്കുച്ച. എല്ലാവരും പടക്കം പൊടിയുമ്പോൾ അകത്തതേ മമ്മി നമ്മുടെ ചിക്കൻ ഡെക്കറേറ്റ് ചെയ്ത് സ്റ്റൈലാക്കി വെച്ചിട്ടാ. അപ്പോൾ വിഷു വൈബാക്കാനായിട്ട് ഞങ്ങൾ ആണുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സെക്ഷൻ നമ്മൾ വേറെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഗൈസ്. നമ്മുടെ ചിക്കൻ കഴിക്കാനുള്ള അല്ലേം കൊണ്ട് മളക്കം വരുന്നുണ്ട്. നിന്റെ ഒരു പായിട്ടിടല്ലോ. കുഞ്ഞുങ്ങള് ചിക്കൻ സ്റ്റാർട്ടിങ്ങിൽ എടുത്തു തുടങ്ങിയിട്ട് കഴിച്ചു. ഒരു കാല് പാപ്പു തിന്നണ മുത്തിന് തരാണ്ട്. അങ്ങനെ നമ്മൾ ലാസ്റ്റ് എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് വാഴയിലൊന്നും ഭക്ഷണം കഴിക്കാന്ന് പറഞ്ഞാൽ അതൊരു വേറൊരു വൈബ് തന്നെയുള്ളൂ. അപ്പോൾ നമ്മൾ പൊറോട്ടയും മയോണൈസും ചിക്കൻ എല്ലാം കൂടി വാഴയിലയിൽ ഇട്ടിട്ട് എല്ലാവരും കൂടി വട്ടിട്ടിട്ട് നമ്മൾ ഇറയത്ത് പോയിരുന്നിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത്. അതിനൊരു പ്രത്യേകത ഒരു വൈബ് തന്നെയായിരുന്നു ഗൈസ്. പിന്നെ കുഞ്ഞിനെ കെട്ടിപ്പിടിച്ച ഉറങ്ങിപ്പോയി. ഞാൻ വിളിച്ചിട്ട് എണീക്കുന്നില്ല. വിഷുവായിട്ട് കണ്ണമോൻ അങ്ങനെ ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. അവനങ്ങനെ വാശിയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അവൻ നല്ല ഫുൾ ഓണായിട്ട് ആൾ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൻ്റെ ഫസ്റ്റ് വിഷുവായിട്ട് അവൻ എൻജോയ് ചെയ്തു നല്ല രീതിയിൽ. പിന്നെ അതേ ഇവിടെ ഓരോരുത്തരുടെ സ്കില്ല് തെളിയിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗൈസ്.
ഏട്ടന്റെ സ്കില്ല്. അങ്ങനെ ദേ നമ്മൾ വിഷു ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ദേ ഉണ്ണികളുടെ ഒരു ഉറക്കം കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ അവർ വന്നിട്ട് ദേ നമ്മൾ വിഷുവിന് നമ്മൾ മേശാപ്പ് കത്തിക്കുന്ന കാര്യങ്ങളൊക്കെ നോക്കി എൻജോയ് ചെയ്തവർ നിൽക്കുന്നുണ്ട്. നമ്മുടെ ഉണ്ണിയുണ്ട്, നമ്മുടെ ചിന്നുവിൻ്റെ മാമൻ്റെ മുകളിൽ ഉണ്ണിയുണ്ട്. അപ്പോൾ അവർ രണ്ടുപേരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ചിരിക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് അവരും നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. അച്ഛനോ മനമോളാണ് ഉണ്ണിക്കാളി പെണ്ണാണ് തേനും പാലെന്നും ചൊല്ലാതെ മാമും ോടെ ചാചക്രം ചായുന്ന തീരുള്ള ചിങ്കാരി ശരി. അനങ്കുത്തന് ഇട്ടായി. ഓ അങ്ങനെ ഗായ്സ് നമ്മുടെ ഈ കൊല്ലത്തെ വിഷു നമ്മൾ കൊട്ടിക്കലാശം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ വിരിയാമുട്ടയ്ക്കും പൊട്ടിച്ചതിന് ശേഷം നമ്മൾ നല്ല രീതിയിൽ ആഘോഷിച്ചു. അപ്പോൾ നമ്മളെന്തായാലും നമ്മുടെ വീഡിയോ പോസ്റ്റ് ചെയ്യാനായിട്ട് വൈകില്ല, എല്ലാവരും ക്ഷമിക്കണം. നമുക്ക് വോയിസ് കൊടുക്കാനായിട്ട് ചെറുതായിട്ട് തോട്ട് പ്രോബ്ലം കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ടാണ് ലേറ്റ് ആയത് ഗായ്സ്. അപ്പോൾ എന്തായാലും ഈ വട്ടത്തെ വിഷു നമ്മൾ തകർത്തു. അങ്ങനെ കണ്ണമോൻ്റെ ആദ്യത്തെ വിഷു നമ്മൾ നല്ല രീതിയിൽ തകർത്ത് ആഘോഷിച്ചു. അപ്പോൾ നമ്മളിനി ഒരുപാട് വീഡിയോകളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ് ഗായ്സ്. അപ്പോൾ നമ്മുടെ വീഡിയോകൾ ആരും മിസ് ചെയ്യാണ്ട് കാണാൻ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരൊക്കെ ബൈ.